വെഞ്ഞാറമൂട്ടിൽ നിന്നും അഫാനിൽ നിന്നും കൂട്ടക്കൊലപാതകത്തിൽ നിന്നും ഒക്കെ നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. എപ്പോഴും അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട. അഫാനെ കുറ്റം പറയാനും അല്ലെങ്കിൽ ആ കുടുംബത്തെ കുറ്റക്കാരാക്കി കാണിക്കാനും നമുക്ക് താല്പര്യമുണ്ടായിരിക്കും. എന്നാൽ നമ്മൾ എന്താണ് ഇനി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? അത് കേസിന്റെ വഴിക്കും അന്വേഷണത്തിന്റെ വഴിക്കും വിട്ടേക്ക്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇനി നമ്മളുടെ നാട്ടിലും വീട്ടിലും അഫാൻമാർ ഉണ്ടാകാൻ പാടില്ല. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മളുടെ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നിസ്സാരമായി കണ്ടു കളയുന്നതിന്റെ ഒരു പ്രത്യാഘാതമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് ആ പ്രത്യാഘാതം എന്നത് നമ്മളിപ്പോൾ കണ്ടതാണ്. എന്നാൽ എന്താണ് നമ്മുടെ വീടുകൾക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? മാതാപിതാക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ആറ്റുനോറ്റുണ്ടായ കുഞ്ഞ് പറയുന്നത് എന്തും സാധിപ്പിച്ചു കൊടുക്കാൻ വാശി പിടിക്കുന്ന അച്ഛനും അമ്മയും. കാരണം അവർ പറയുന്നതൊക്കെ നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമല്ലോ. ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അല്പനേരത്തെ മൊബൈൽ കാഴ്ചയായിരിക്കും. പക്ഷെ എന്താണെന്നറിയാമോ, മുതിർന്നു വരുമ്പോൾ ഇവരുടെ വാശികൾ നമുക്ക് സാധിച്ചു കൊടുക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ്. ആ സമയത്ത് നമ്മൾ നോ പറയുമ്പോൾ അത് അവരിൽ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും.